ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്കൂൾ വിക്കിയിൽ നമുക്ക് എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളതാണ്. നിലവിൽ സ്കൂൾ ലോഗിൻ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് എല്ലാ ടീച്ചർമാരും സ്കൂൾ വിക്കിയിൽ അംഗത്വം എടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ടീച്ചർമാരും എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ സ്കൂൾ വിക്കി എടുക്കുക. അതിന് മുകളിലായിട്ട് അംഗത്വം എടുക്കുക എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉപയോക്തൃ നാമം, അതായത് നമ്മുടെ യൂസർ നെയിം, അതുപോലെ തന്നെ രഹസ്യവാക്ക്, പാസ്വേഡ്, അത് 2 പ്രാവശ്യം നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ ഐഡിയും കൊടുക്കുക. അതിനുശേഷം ശരിയായ പേര്, അത് നിർബന്ധമില്ല എന്നവർ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ടീച്ചേഴ്സൊക്കെ ആണ് എങ്കിൽ നമ്മുടെ ശരിക്കുള്ള പേര് അവിടെ കൊടുക്കുകയാണ് എങ്കിൽ അത് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അതും കഴിഞ്ഞ് താഴെ കാണുന്ന ക്യാപ്ച അതും കൂടി നമ്മൾ എൻ്റർ ചെയ്ത് അംഗത്വം സ്വീകരിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഉപഭോക്തൃനാമം കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഇംഗ്ലീഷിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോക്തൃനാമം കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാം. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത രഹസ്യവാക്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറഞ്ഞത് 10 അക്കം വേണം എന്നാണ് അവർ പറയുന്നത്. അതേ പാസ്വേഡ് തന്നെ നമ്മൾ താഴെ വീണ്ടും അടിച്ചു കൊടുക്കുന്നു. ഇനി നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണെന്നുള്ള കറക്റ്റായിട്ട് കൊടുക്കുക. ശരിയായ പേര് നിർബന്ധമില്ല, എന്നാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ളൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നാം, താഴെ കാണുന്ന ക്യാപ്ച അത് നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്കിവിടെ പുതുക്കുക എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ക്യാപ്ച ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് ഒരുവിധം വായിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം താങ്കളുടെ അംഗത്വം സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ യൂസർ നെയിം വെച്ചുള്ള ഒരു സ്വാഗതം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്കളുടെ അംഗത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ സ്കൂൾ വിക്കി ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ മറക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്കൂൾ വിക്കി ക്രമീകരണങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിനകത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നെപ്പറ്റി, ദൃശ്യരൂപം, തിരുത്തൽ, സമീപകാലത്തെ മാറ്റങ്ങൾ, അങ്ങനെ കുറേ ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഗാഡ്ജറ്റ് എടുക്കുക. ഗാഡ്ജറ്റിനകത്ത് ഹോട്ട് ക്യാറ്റ് എന്ന് പറയുന്നത് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ എന്നെപ്പറ്റി എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നതാണ്. അത് അതിൻ്റെ താഴോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞ ഒരു ലിങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിൽ എടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്കൂൾ വിക്കിയുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, അതെടുക്കുക. അതിനുശേഷം അതിനകത്ത് 2 ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ അംഗത്വം താങ്കളുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഈ ഒരു ആദ്യമേ കാണുന്ന ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അംഗത്വം നമ്മളുടെ അല്ല എങ്കിൽ, വേറെ ആരെങ്കിലും തെറ്റായ രീതിയിലാണ് നമ്മുടെ ഇമെയിൽ കൊടുത്തത് എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ലിങ്കും ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കൽ എന്ന് പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് നമ്മുടെ നേരത്തെ ക്രമീകരണങ്ങൾ തന്നെയാണ്. അതൊന്നുകിൽ നമ്മുടെ ഈ മുകളിലുള്ള പ്രൊഫൈലിനകത്ത് നമുക്കിവിടെ ക്രമീകരണങ്ങൾ എന്ന് പറയുന്ന, അതായത് സെറ്റിങ്സ് എന്ന് പറയുന്ന ലിങ്കിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പോയി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ഇൻ്റർഫേസിന് നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ലിങ്ക്
ലിങ്കിനകത്ത് താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും താങ്കളുടെ ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് താങ്കൾ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചതാണ് എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. ഇനി നമുക്കിതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യാനുള്ള എഡിറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുത്തലുകൾ എടുക്കുക. അതിനകത്ത് പൊതുവായിട്ടുള്ള ഐച്ഛികങ്ങൾ അതിനകത്തെ ആദ്യത്തെ 2 എണ്ണവും അതുപോലെ തന്നെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നതിലെ ഹോട്ട് ക്യാറ്റ് എന്ന് പറയുന്നതും ടിക്ക് ചെയ്യുക, അത് സേവ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്കൂൾ വിക്കിക്കകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തന്നത് സ്കൂൾ വിക്കിയിൽ എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളതും അതിനുശേഷം എന്ത് ക്രമീകരണങ്ങൾ നടത്തണം എന്നുള്ളതുമാണ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.